ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ചെറിയ സോയാബീൻ വെച്ചുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യം ഞാൻ സോയാബീൻസ്, ഇത് ചെറുതാണ് കേട്ടോ, ചെറിയ സോയാബീൻസാണ്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. ഇന്ന് നമ്മൾ മൺചട്ടി തന്നെയാണ് കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വിറകടുപ്പിലാണ്, അതുകൊണ്ട് നല്ല രീതിയിലുള്ള പുകയുണ്ട്, അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെജിറ്റേറിയൻസിൻ്റെ നോൺ വെജാണ് ഈ സോയാബീൻസ്. സോയാബീൻസ് നമുക്ക് പല രീതിയിൽ കറി വെക്കാവുന്നതാണ്. ഇത് ഫ്രൈ ആയിട്ട് ചെയ്യാം, ബീഫ് ഫ്രൈ ചെയ്യുന്ന പോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഏത് രീതിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സോയാബീൻസ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഇടുമ്പോൾ തന്നെ മൂത്ത് വെക്കണം. കൂടെ ചേർത്ത് നമ്മൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. നമ്മളെല്ലാം ഓരോന്ന് മൂത്ത് കഴിയുമ്പോഴാണ് അടുത്തത് ഇടേണ്ടത്. ചില ആൾക്കാർ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങ് വഴറ്റിയെടുക്കും. അങ്ങനെ ചെയ്യരുത്. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതൊന്ന് വഴന്ന് കിട്ടി കഴിയുമ്പോൾ അടുത്തത് ഇടുക. അങ്ങനെ ഓരോന്നായിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നമ്മൾ വെക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പാചകം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ക്ഷമയുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റേതായ രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം തന്നെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള 4 തക്കാളിയാണ്. ചട്ടി ചെറുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് തക്കാളി ഉള്ളതായിട്ട് തോന്നുന്നത്. 4 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ സമയം നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിങ്ങനെ കുറുക്കി വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടിയെന്ന് ഉദ്ദേശിച്ചത് ഇതിൽ ചേർക്കുന്ന മസാലകളാണ് കേട്ടോ. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല. ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് മീറ്റ് മസാലയും ചേർക്കാവുന്നതാണ്. അതായത് ഇറച്ചി മസാലയുണ്ടല്ലോ, അത് ചേർക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ചേർത്ത തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. സോയാബീൻസ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തു. അത് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് സോയാബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരുപാട് തീയിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. സോയാബീൻസ് ഓൾറെഡി നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് തീയിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീ കിടന്ന് ഈ സോയാബീൻസിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകും ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സോയാബീൻസ് കറി. അപ്പോൾ ഈ കറി നമുക്ക് ദോശ, അപ്പം, ചോറ്, ഇടിയപ്പം, പുട്ട് എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.